ഗസയിലെ യുദ്ധത്തിൽ ഇസ്രായേലിന് ജയിക്കണമെങ്കിൽ ഹമാസിന്റെ തുരങ്കങ്ങൾ നശിപ്പിക്കുക മാത്രമേ വഴിയുള്ളൂ. ഹമാസിന്റെ തുരങ്കങ്ങളെ നശിപ്പിക്കാനും ഉയർന്ന ഹമാസ് നേതാക്കളെ വധിക്കാനും ഇസ്രായേൽ വലിയൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. തുരങ്കത്തിൽ കടൽ വെള്ളം അടിച്ചുകയറ്റി ടനൽ നശിപ്പിക്കാനും ഹമാസ് നേതാക്കളെ ഇല്ലാതാക്കാനുമുള്ള പദ്ധതി വലിയ സംഭവമായി തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചു. അറ്റ്ലാന്റിസ് എന്നാണ് ഇസ്രായേൽ ഇതിന് പേരിട്ടത്. അതോടെ ഹമാസ് ഇല്ലാതാകും എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണവും നടന്നു. പദ്ധതി പ്രഖ്യാപിച്ച് 6 മാസം പിന്നിടുമ്പോൾ എന്താണ് സംഭവിച്ചത് നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ഗസയിലെ ഹമാസിന്റെ ശക്തികളിലൊന്ന് ഭൂഗർഭ തുരങ്കങ്ങളാണ്. പതിറ്റാണ്ടുകളുടെ അധ്വാനത്തിലൂടെയാണ് ഹമാസ് ഗസയിൽ അവരുടെ ഭൂഗർഭ തുരങ്ക ശൃംഖല നിർമ്മിച്ചെടുത്തത്. ഈ തുരങ്കങ്ങളുടെ നീളം ഏകദേശം 300 മൈലുകളോളം വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂഗർഭ തുരങ്കങ്ങളിൽ വൻതോതിൽ ഭക്ഷണവും വെള്ളവും ഓക്സിജൻ സംവിധാനങ്ങളും ഇലക്ട്രിക് ജനറേറ്ററുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ഹമാസ് തടവിലാക്കിയ പല ഇസ്രായേലികളെയും പാർപ്പിച്ചിരിക്കുന്നതും ഈ തുരങ്കങ്ങളിലാണ് എന്നാണ് കരുതപ്പെടുന്നത്. ദീർഘകാലത്തേക്കുള്ള യുദ്ധത്തിന് ഹമാസ് പലതും സംഭരിച്ചു വെച്ചതും ഈ തുരങ്കങ്ങളിലാണ്. തുരങ്കങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി പുറത്തെത്തി ഇസ്രായേൽ ടാങ്കുകൾക്കെതിരെ ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ സേനയ്ക്ക് കനത്ത നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ അത്യാധുനിക ഉപകരണങ്ങളെല്ലാം ഇങ്ങനെയാണ് ഹമാസ് തകർത്തത്. നിരവധി ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടു. ഞൊടിയിടയിൽ ആക്രമണം നടത്തി തുരങ്കങ്ങളിലേക്ക് തന്നെ ഹമാസ് പോരാളികൾ ഉൾവലിയുകയും ചെയ്യുന്നു. എവിടെയാണ് ഈ തുരങ്കങ്ങളുടെ എൻട്രൻസ് എന്നോ ഈ തുരങ്കങ്ങളിൽ എത്തിയാൽ എവിടേക്കാണ് എത്തുകയെന്നോ ഹമാസിനല്ലാതെ ആർക്കും അറിയില്ല. ഈ തുരങ്കങ്ങൾ തകർത്താലേ ഹമാസിനെ നശിപ്പിക്കാൻ കഴിയൂ എന്നറിയുന്ന ഇസ്രായേൽ സേന ഗസയിൽ കടന്നുകയറി അവ നശിപ്പിക്കാനുള്ള നീക്കം പല തവണ നടത്തി. അമേരിക്കയുടെ രഹസ്യ ഡ്രോണുകൾ ഗസയിലാകെ വിന്യസിച്ച് ഹമാസിന്റെ തുരങ്കങ്ങൾ എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ശ്രമം നടത്തി. ഹമാസിന്റെ തുരങ്കങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തിയാൽ തന്നെ അതിനുള്ളിൽ കയറി ഹമാസിന്റെ നേതാക്കളെ നശിപ്പിക്കുക എന്നത് കഠിനമായ ദൗത്യമായിരുന്നു. ഇസ്രായേൽ സേനയെ വഴിതെറ്റിക്കാനും ചതിയിൽ വീഴ്ത്താനും ഗസയിൽ പലയിടത്തും ഹമാസ് വ്യാജ തുരങ്കങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു എൻട്രൻസ് മാത്രമായിരിക്കും. അവിടെ ഹമാസ് പോരാളികൾ ആരുമുണ്ടാവില്ല. ഹമാസിന്റെ തുരങ്കമാണെന്ന് കരുതി കുഴികളിലേക്ക് ഇറങ്ങിയാൽ ഹമാസ് ഒരുക്കിയ കെണിയായി സ്ഫോടനം നടന്ന് ഇസ്രായേലി സൈനികർ തന്നെ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇനി യഥാർത്ഥ തുരങ്കങ്ങളിൽ തന്നെ ഇസ്രായേൽ സേന പ്രവേശിച്ചാൽ അതേസമയം പ്രവേശന സമയത്ത് തന്നെ വലിയ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ഹമാസിന് സാധിക്കും. ഇസ്രായേൽ സേന തുരങ്കങ്ങളിൽ പ്രവേശിച്ചുവെന്ന് ഹമാസ് മനസ്സിലാക്കുന്ന നിമിഷം ഒരു ബട്ടൺ അമർത്തിയാൽ സ്ഫോടന വസ്തുക്കളെല്ലാം ഇസ്രായേൽ സേനയുടെ മേൽ പതിക്കുന്നു. ഇത്തരം വെല്ലുവിളികൾക്കിടയിലാണ് തുരങ്കങ്ങളിലേക്ക് കയറാതെ ഇവ നശിപ്പിക്കാം എന്ന ആലോചനയുണ്ടാകുന്നത്. അതിന് അവർ കണ്ട പദ്ധതിയുടെ പേരായിരുന്നു അറ്റ്ലാന്റിസ്. തുരങ്കങ്ങളിലേക്ക് ഉയർന്ന തീവ്രതയിൽ കടൽ വെള്ളം പമ്പ് ചെയ്യാനുള്ള സംവിധാനമായിരുന്നു അത്. അങ്ങനെ ഹമാസിനെ ഇല്ലാതാക്കാമെന്ന് IDF വിചാരിച്ചു. ഈ പദ്ധതിയുടെ വിശദാംശങ്ങളും ഈ പദ്ധതിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നും ഇസ്രായേലി മാധ്യമമായ ഹാരറ്റ്സ് ഒരു അന്വേഷണാത്മക റിപ്പോർട്ടിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. ഈ പദ്ധതിയിലെ പ്ലാനിങ്ങിലും പ്രവർത്തനങ്ങളിലും പങ്കാളികളായ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും പ്രൊഫഷണൽ ടീമുകളുമായും പത്രത്തിന്റെ റിപ്പോർട്ടർമാർ സംസാരിച്ചു. പല രഹസ്യരേഖകളും യോഗങ്ങളുടെ മിനിറ്റ്സുകളും ഹാരറ്റ്സ് കണ്ടെത്തി. ഇസ്രായേൽ സൈന്യത്തിന്റെ സദേൺ കമാൻഡ് മേധാവി മേജർ ജനറൽ യാറോൺ ഫിംഗൽമാനായിരുന്നു ഈ പദ്ധതിയുടെ ചുമതല. പ്ലാൻ തയ്യാറാക്കിയ ശേഷം ഇസ്രായേൽ ചീഫ് ഓഫ് സ്റ്റാഫിന്റെയും മിലിറ്ററി അഡ്വക്കേറ്റ് ജനറലിന്റെയും അംഗീകാരം വാങ്ങി. പദ്ധതിക്കായി IDF ഇസ്രായേൽ വാട്ടർ അതോറിറ്റിയുടെ സഹായവും തേടി. ദൗത്യത്തിനായി 2 വിദഗ്ധ ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. തുരങ്കങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള ചുമതല ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു. തുരങ്കത്തിലേക്ക് എത്തിയ വെള്ളം എന്ത് ഫലമുണ്ടാക്കുന്നു എന്ന് പരിശോധിക്കാൻ മറ്റൊരു ടീമും. 1.5 മാസക്കാലം ഇസ്രായേൽ സേനയിലെ ഒരു ഡിവിഷനെ ഒന്നാകെ ഈ പദ്ധതിക്കായി നിയോഗിച്ചു. ഗസയിൽ ഉടനീളം പൈപ്പിടലും മറ്റു പ്ലംബിംഗ് ജോലികൾക്കുമാണ് ഇവരെ ഉപയോഗിച്ചത്. പെട്ടെന്ന് പദ്ധതി തുടങ്ങാൻ ഈ ടീമിനുമേൽ സമ്മർദ്ദമുണ്ടായി എന്നിടത്ത് തുടങ്ങുന്നു ഈ പദ്ധതിയുടെ പരാജയത്തിന്റെ തുടക്കം. ഹമാസിന്റെ തുരങ്കങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഡേറ്റയില്ലാതെ 6 മാസം മുമ്പ് തന്നെ കടലിൽ നിന്ന് പമ്പിംഗ് തുടങ്ങി. വലിയ ചെലവാണ് ഇതിന് വന്നിരുന്നത്. വെള്ളം പമ്പ് ചെയ്യുന്ന ഉപകരണങ്ങൾ പല തവണ കേടായി. അതെല്ലാം മാറ്റിക്കൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ എവിടേക്കെന്നറിയാതെ ജലം പമ്പ് ചെയ്യൽ മാത്രമാണ് അന്ന് നടന്നത്. ഫലമൊന്നും നേടിയില്ല. എന്നു മാത്രമല്ല, ഈ പദ്ധതി തുടങ്ങി കുറേ കാലം IDF ഇതിൻ്റെ വാർത്ത മൂടിവെച്ചു. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി അത് ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കും എന്നതായിരുന്നു. തുരങ്കങ്ങളിലെ ഹമാസ് നേതാക്കൾ മാത്രമല്ല, ബന്ദികളും കൊല്ലപ്പെടും എന്നതിനാൽ ഈ പദ്ധതി ഇസ്രായേൽ മൂടിവെച്ചു. കാരണം ബന്ദികളുടെ ബന്ധുക്കളുടെ പ്രതിഷേധം അത്രയും വ്യാപകമായിരുന്നു.
ഈ പദ്ധതിയുടെ ആദ്യ റിപ്പോർട്ട് വന്നത് ഇസ്രായേൽ മാധ്യമങ്ങളിലല്ല, മറിച്ച് അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണലിലാണ്. വാൾസ്ട്രീറ്റ് ജേണലിലെ റിപ്പോർട്ട് ബന്ദികളുടെ ജീവനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നത് കൂടിയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ 3 ബന്ദികൾ ഇസ്രായേലിന്റെ ഈ പദ്ധതി കൊണ്ട് മരിക്കാനുള്ള സാധ്യത അമേരിക്കയ്ക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തു. 3 പേരുടെ മൃതദേഹങ്ങൾ ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന ടെൽ-അവീവിലേക്ക് അന്ന് എത്തിച്ചിരുന്നു. അന്വേഷണത്തിൽ ഹമാസ് ഇവരെ ജീവനോടെയാണ് ഒക്ടോബർ 7-ന് ബന്ദികളാക്കിയത് എന്ന് തെളിഞ്ഞു. ഇസ്രായേൽ സേനയ്ക്ക് ഇവരെ കിട്ടിയത് തുരങ്കങ്ങളിൽ പമ്പ് ചെയ്തുള്ള ഓപ്പറേഷന്റെ ബാക്കി പത്രമാണെന്നാണ് കരുതപ്പെടുന്നത്. ഹമാസ് ഇത് മുൻകൂട്ടി കണ്ട് ബന്ദികളെ ഈ പ്രദേശത്തേക്ക് മാറ്റി അത്തരമൊരു പരീക്ഷണം നടത്താനുള്ള സാധ്യതയും ചില നിരീക്ഷകർ കാണുന്നു. ഈ പദ്ധതിക്ക് മറ്റൊരു പ്രധാന തിരിച്ചടിയായത് ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ള വെള്ളത്തെ അവർ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്ന പഠനം നേരത്തെ ഉണ്ടായില്ല എന്നതാണ്. കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്ന സമയത്ത് പോലും ഈ തുരങ്കങ്ങൾ നശിച്ചിട്ടില്ല. തുരങ്കമുഖത്തെത്തുന്ന വെള്ളത്തെ വഴിതിരിച്ചൊഴിവാക്കാൻ മറ്റെന്തോ സംവിധാനം ഹമാസ് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഈ പദ്ധതി കൊണ്ട് തുരങ്ക ശൃംഖല തകർക്കാനാവില്ല എന്ന് ഇപ്പോൾ അവർക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. വലിയ സാമ്പത്തിക ബാധ്യതയും സൈനികരുടെ മാസങ്ങളുടെ അധ്വാനവും വെറുതെയായി എന്ന വിലയിരുത്തലാണ് ഒടുവിൽ ഇസ്രായേൽ സേനയും ജല അതോറിറ്റിയും നടത്തിയ റിപ്പോർട്ടിലുള്ളത് എന്നാണ് ഹാരിസ് വെളിപ്പെടുത്തുന്നത്. 9 മാസത്തിനിടെ തിരിച്ചടികൾ ഓരോന്നോരോന്നായി ലഭിക്കുമ്പോഴും നെതന്യാഹു വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ഹമാസിനെ ഇല്ലാതാക്കിയല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന്. ടോട്ടൽ വിക്ടറി എന്നതിൻ്റെ അർത്ഥം ഹമാസ് ഇല്ലാത്ത ഗസയാണെന്ന്. ഹമാസിന് ഗസയിൽ എത്ര കാലം അതിജീവിക്കാനാകും? കാത്തിരിക്കാം.